വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ആവറേജ് 7% വോട്ടിൻ്റെ കുറവുണ്ടായിട്ടുണ്ട്. ആ കുറവ് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ ഒരിക്കലും ബാധിക്കില്ല. കേരളം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധി ഈ വരുന്ന 23-ാം തീയതി പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും. കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷവും പ്രിയങ്ക ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ കരസ്ഥമാക്കും. വോട്ടിംഗ് ശതമാനത്തിൻ്റെ കുറവിൻ്റെ പ്രധാനപ്പെട്ട പ്രാഥമിക നിഗമനം ഞങ്ങളുടെ ഒരു പരിശോധനയിൽ പ്രാഥമിക നിഗമനം തെരഞ്ഞെടുപ്പ് പ്രവർത്തനം UDF-ൻ്റേത് തുടക്കം മുതൽ ചിട്ടയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. കമ്മിറ്റി രൂപീകരണം, ബൂത്ത് തലം വരെ, അത് കഴിഞ്ഞ് സ്ക്വാഡ് രൂപീകരണം, സ്ക്വാഡ് പ്രവർത്തനങ്ങൾ, വനിതാ സ്ക്വാഡ്, കുടുംബസംഗമങ്ങൾ, പൊതുയോഗങ്ങൾ തുടങ്ങി എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റവും നല്ല അടുക്കും ചിട്ടയോടുകൂടി നടന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. എന്നാൽ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന ഘടകമായ ഗൃഹസമ്പർക്ക പരിപാടി ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഇടതുപക്ഷത്തിനും BJP-ക്കും വലിയ ഉദാസീനതയും ആലസ്യവും അവരുടെ ക്യാമ്പ് പ്രവർത്തനങ്ങളിൽ പ്രകടമായിരുന്നു. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെയൊന്നും അനുഭവത്തിൽ ഇടതുപക്ഷ BJP ക്യാമ്പുകളുടെ പ്രവർത്തനം, ഇത്രയും വീക്കായ പ്രവർത്തനം ഞങ്ങളുടെയൊന്നും അനുഭവത്തിൽ കണ്ടിട്ടില്ല. അവസാനത്തെ ഒരാഴ്ച മാത്രമാണ് അവർ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നത്. രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് 6,47,445 വോട്ടാണ്. ആ വോട്ടും മറികടന്ന്, ഭൂരിപക്ഷവും മറികടന്ന് പ്രിയങ്ക ഗാന്ധി മാസ്മരികമായിട്ടുള്ള വിജയത്തിന് നേതൃത്വം കൊടുക്കും. വരാതിരുന്ന വോട്ടിൻ്റെ സിംഹഭാഗവും അത് ഇടതുപക്ഷത്തിൻ്റെയും BJP-യുടെയും വോട്ടുകളാണെന്നാണ് പ്രാഥമികമായിട്ടുള്ള ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ. പോളിംഗ് പെർസെൻറ്റേജിൻ്റെ കുറഞ്ഞതിൻ്റെ പരിശോധന ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളും നാളെ മുതൽ UDF ആരംഭിക്കും.